വയനാട് CPIM-ലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി വരികയാണ്. പരസ്യപ്രസ്താവന നടത്തിയതിൽ AV ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അപ്പോൾ വിവരങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ലിനറ്റ് വർഗീസാണ്. ലിനറ്റ്, നേരത്തെ ഈ ലോക്കൽ കമ്മിറ്റിയിലേക്ക് താഴ്ത്തിയതൊക്കെ വലിയ വിവാദമായിരിക്കുകയാണ്. അടുത്ത വിവാദം വരുന്നത് അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, ഈ വയനാട് CPIM-ലെ വിഭാഗീയതയെ പരസ്യ പ്രസ്താവനയെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് പാർട്ടി ഒരുങ്ങിയിരിക്കുന്നത്. AV വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. കഴിഞ്ഞ ഇടയ്ക്ക് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചിരുന്നു. വയനാട്ടിലെ CPIM-നുള്ളിലെ വിഭാഗീയതയെ തുടർന്നാണ് താൻ ഒറ്റപ്പെടുന്നതെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരസ്യ പ്രസ്താവനയിലാണ് ഇപ്പോൾ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത്. ഒപ്പം കണിയാമ്പറ്റയിലെ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും അദ്ദേഹത്തെ ഈ തരം താഴ്ത്തുന്ന നടപടിയിലേക്കൊക്കെ തന്നെ മാറിയത്. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തെ മാധ്യമങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും. ഈ സംസാരത്തിലാണ് പരസ്യ പ്രസ്താവനയിൽ വളരെയധികം നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി നേരത്തെ അറിയിച്ചതാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നിലവിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിൽ അദ്ദേഹം നിലവിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കണിയാമ്പറ്റയിലെ 5ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങളെ ഇതുപോലെ തന്നെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. ഇവരെല്ലാവരും പിന്നീട് പ്രതികരിക്കാമെന്നാണ് അറിയിക്കുന്നത്. സേതുലക്ഷ്മി.